വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യമുള്ള സഹോദരങ്ങൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് പലർക്കും വന്നു ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വന്നു ചേർന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് നമ്മുടെ മധ്യത്തിൽ അതിഥിയായി വന്നു ചേർന്ന ദൈവഭൃത്തിനെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു എബ്രഹാം. താന് 5 ചോദ്യ രൂപേണ അതിൻ്റെ ഉത്തരം സഹിതം, അല്ലെങ്കിൽ സംശയത്തിന് യാതൊരിടയും നൽകാതെ തികഞ്ഞ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പര്യാപ്തതയെക്കുറിച്ച്, ദ ആഡിക്വസി ഓഫ് ദ ഗോഡ് ഹൂം വി ലവ് ആൻഡ് സെർവ്, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ സേവിക്കുന്ന ദൈവം എത്ര മതിയായവനാണ് എന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ വേദഭാഗത്തൂടെ നമ്മൾ ചിന്തിച്ചത്. ആ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയെ അതിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല, യാതൊന്നിനും കഴിയത്തില്ല. കാരണം ബിക്കോസ് ഗോഡ് ഈസ് ഫോർ അസ്, ദൈവം നമുക്ക് ആകുന്നു. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. 2, ദൈവത്തിൻ്റെ ജനറോസിറ്റി, ഹൗ ഗോഡ് ഈസ് സഫിഷ്യന്റ് ഫോർ ഓൾ അവർ നീഡ്സ്. സകല ആവശ്യങ്ങൾക്കും ദൈവം എത്ര മതിയായവനാ. അതിന്റെ തെളിവെന്ത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. 3, ആർക്കും തന്നെ നമ്മെ കുറ്റം വിധിപ്പാൻ, ദൈവത്തിൻ്റെ ഇലക്റ്റിനെ, ദൈവത്തിൻ്റെ വൃതന്മാരെ കുറ്റം വിധിപ്പാൻ, ശിക്ഷ വിധിപ്പാൻ കഴിയത്തില്ല. കാരണം ദൈവം എന്ത് ചെയ്തു? നമ്മെ നീതീകരിച്ചു. മാത്രമല്ല കർത്താവിൻ്റെ ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു. അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ച വിഷയം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ ആർക്കും കഴിയുകയില്ല. ആ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാർ. ഇവിടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അല്പമായിട്ട് ആ കാര്യം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ലാസ്റ്റ് 35-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. ഹൂ ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ ഈ വലിയ ഉറപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരികയില്ലെന്നോ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ഈ ഭൂമിയിലോ ഉണ്ടെന്ന് വേദപുസ്തകം വാഗ്ദാനം ചെയ്യുന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് യാതൊരു പ്രശ്നങ്ങൾക്കും യാതൊന്നിനും തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ഈ ഉറപ്പാണ് സകല വിശുദ്ധന്മാർക്കും സകല ദൈവജനത്തിനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കഷ്ടതയില്ലാത്ത, എപ്പോഴും സുഖം മാത്രമുള്ള, എപ്പോഴും കാര്യങ്ങൾ നന്നായി പോകുന്ന ഒരു ജീവിതം ദൈവജനത്തിന് ഈ ഭൂമിയിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല. ആ കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വാഗ്ദാനമാണ് ദൈവജനത്തിന് നൽകിയിരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയ ആ വിഷയത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് മടങ്ങി വരാം. പൗലോസ് ആദ്യമായിട്ട് ആ 35-ാമത്തെ വാക്യത്തിൽ, അതിന്റെ പ്രാരംഭ ഭാഗത്ത് ആ ചോദ്യം ഉന്നയിച്ച ശേഷം താന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു പക്ഷേ, അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ സാധ്യതയുണ്ട് എന്ന് ഒരു പക്ഷേ ആരെങ്കിലും
ചിന്തിച്ചു പോയേക്കാവുന്ന സാധ്യതകളെ കുറിച്ചാണ് തുടർന്ന് താൻ ആ വാക്യത്തിൽ പറയുന്നത്. അത് ഒരു കോംപ്രിഹെൻസീവ് ലിസ്റ്റ് അല്ല, അത് നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങളും പ്രതിയോഗികളെയും കുറിച്ചുള്ള ഒരു സാമ്പിൾ ലിസ്റ്റ് മാത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത്. ആ ലിസ്റ്റിൽ 7 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പൗലോസ് സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച അതൊന്ന് ചിന്തിച്ചു. 1, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ. ആദ്യം താൻ പറയുന്ന വിഷയം, ഈ 3 കാര്യങ്ങളും ദൈവജനത്തിന് വിരുദ്ധമായി വരുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. കാരണം ഇവിടെ പൗലോസ് കഷ്ടത എന്ന വാക്കിനാൽ വ്യക്തമായും ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇതിനു മുൻപ് ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, ത്ലിപ്സിസ് എന്ന യവനായ പദമാണ് ഒറിജിനൽ ലാംഗ്വേജിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ത്ലിപ്സിസ് എന്ന് പറഞ്ഞാൽ പ്രഷേഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? അത് മറ്റൊന്നുമല്ല, നമ്മൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒഴുക്കിന് അനുകൂലമല്ലാതെ എതിരായിട്ട് നമ്മൾ നീങ്ങുമ്പോൾ നാം അനുഭവിക്കുന്ന ആ സമ്മർദ്ദത്തെയാണ് അവിടെ കഷ്ടത എന്ന വാക്കിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത്. 5-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചു. എന്നാൽ ചില പ്രിയപ്പെട്ടവർ എന്നോട് ആവശ്യപ്പെട്ടു അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം വിശദമായിട്ട് അന്ന് പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് സമയമില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ദൈവമക്കൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അസൗകര്യങ്ങൾ പ്രധാനമായിട്ട് 3. 1, the very troubles and tribulations of the existence in this mortal frame. നമ്മുടെ ഈ മർത്യമാകുന്ന ശരീരത്തിൽ, നാം ഈ ഭൂമിയിൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ ശരീരം അനുഭവിക്കേണ്ടി വരുന്ന ആ ക്ലേശങ്ങൾ, അത് ദൈവമക്കൾക്കുമുണ്ട്, ലോക മനുഷ്യർക്കുമുണ്ട്. നമുക്കറിയാം, നമുക്കും തലവേദനയുണ്ട്, ലോകക്കാരനുമുണ്ട്. നമ്മുടെ ഇടയിലും ക്യാൻസറും ഹാർട്ട് അറ്റാക്കുമുണ്ട്, ലോകത്തിലുള്ള മനുഷ്യർക്കുമുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നാം പ്രവർത്തിച്ചാൽ നമുക്കും രോഗമുണ്ടാകും, ലോകക്കാരനും രോഗമുണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ അത് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത് വരെ ഉണ്ടാകും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ആകുന്ന പുത്രത്വം നമ്മിൽ അതെന്ന് നിറവേറുമോ അതുവരെ ഉണ്ടാകും. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അവിടെ വരെ ചെന്നെത്താനുള്ള സൗഖ്യവും സന്തോഷവും ഇടയ്ക്കിടയ്ക്കുള്ളതാകുന്ന ആശ്വാസവും കഷ്ടത സഹിക്കാനുള്ള കൃപയും ഒക്കെ അതാത് സമയങ്ങളിൽ ദൈവം തന്റെ കരുണയിൽ ചിലപ്പം അത്ഭുതകരമാകുന്ന സൗഖ്യവും ചിലപ്പം സൗഖ്യം തരാതെ ഇരിക്കുന്ന അനുഭവങ്ങളും ഇതെല്ലാം ദൈവമക്കൾക്കുണ്ട്. അത് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. രോഗശാന്തി വരപ്രാപ്തൻ എന്ന് വിശേഷിപ്പാൻ കഴിയുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് പോലും ആ കാര്യം ഫേസ് ചെയ്തതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 2 തിമോഥെയോസ് 4:20 നമ്മൾ വായിക്കുന്നു, മിലത്തോസിൽ ഞാൻ അദ്ദേഹത്തെ രോഗിയായി വിട്ടേച്ച് പോന്നു. നിശ്ചയമായിട്ടും പൗലോസ് പ്രാർത്ഥിച്ചു കാണും, പക്ഷേ കർത്താവിന്റെ ഹിതമല്ലായിരുന്നു സൗഖ്യം നൽകുവാൻ. അപ്പോൾ ശാരീരികമാകുന്ന സൗഖ്യം, രോഗസൗഖ്യം ദൈവം നമുക്ക് തന്റെ കൃപയിൽ തന്റെ കരുണയിൽ നൽകും. ചിലപ്പോൾ ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിൽ ചിലപ്പോൾ സൗഖ്യം തരാതെയും ഇരിക്കും. അത് ദൈവത്തിന്റെ കാര്യമാണ്. സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം, അതിലൊരു തെറ്റുമില്ല. ആകട്ടെ, 1 നമ്മുടെ ശാരീരിക രോഗങ്ങളോ ക്ലേശങ്ങളോ, 2
ഞാൻ പറയുകയുണ്ടായി, കർത്താവിന്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്ന അസൗകര്യങ്ങൾ, അതുകൊണ്ട് മാത്രമുണ്ടാകുന്ന അസൗകര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഒരു ജോലിയിൽ, ഒരു ബിസിനസ്സിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു, ഒരു ഓഫീസിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു, അവൻ കർത്താവിനെ അറിയുന്നു. ഓഫീസിലെ തൂണ് വരെ കൈക്കൂലി മേടിക്കും. പക്ഷെങ്കിൽ രക്ഷിക്കപ്പെട്ടവനാകുന്ന വ്യക്തി നിശ്ചയിക്കുന്നു, ഇനിയും കൈക്കൂലി മേടിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഓഫീസിലുള്ള മറ്റ് രക്ഷിക്കപ്പെടാത്തവരൊക്കെ അദ്ദേഹത്തിന് എതിരാകും. അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അസൗകര്യം നിശ്ചയമായിട്ടും ക്രിസ്തീയ കഷ്ടത എന്നതിനെ വിളിക്കാം. അതായത് ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ക്ലേശങ്ങളാണ് ത്ലിപ്സിസ്, ക്രിസ്തീയ കഷ്ടത. നാം ഭവനത്തിൽ ഏകരായി ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന അസൗകര്യങ്ങൾ, കുടുംബക്കാര് എതിരാകുന്നു, അപ്പനും അമ്മയും എതിരാകുന്നു, വലിയ ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, അതാണ് ക്രൂശ്, അതാണ് ക്രിസ്ത്യൻ സഫറിങ്. അതുകൊണ്ടാണ് പത്രോസ് ലീഗ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിച്ചു കൊള്ളുവിൻ. പിന്നെ ആ കഷ്ടത എന്തുളവാക്കുന്നു? കഷ്ടത സിദ്ധതയുളവാക്കുന്നു, സിദ്ധത പ്രത്യാശയുളവാക്കുന്നു. പിന്നെ പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ, റോമർ 5, നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കഷ്ടങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക? പ്രശംസിക്കുന്നു. വി ഗ്ലോറി ഇൻ ട്രിബുലേഷൻസ്. അത് ക്രൂശിന്റെ കഷ്ടതയാണ്. കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസൗകര്യങ്ങളാണ് ത്ലിപ്സിസ് എന്ന വാക്കിനാൽ ദൈവവചനം അർത്ഥമാക്കുന്നത്. 3, ഞാൻ പറഞ്ഞു, ലോകക്കാർക്കില്ലാത്ത വേറൊരു പ്രശ്നം കൂടെ ദൈവജനത്തിനുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണേ, ദൈവമക്കളായി കഴിഞ്ഞാൽ കഷ്ടത കുറയുമെന്ന് ഓർത്തുകൊണ്ട് ആരും ഇങ്ങോട്ട് വരരുത്. ലോകക്കാർക്കില്ലാത്ത 2 കഷ്ടതയൂടെ നമുക്ക് കൂടുകയാണ്. ലോകക്കാർക്ക് ശാരീരിക ക്ലേശങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ കർത്താവിനെ അറിയുന്നവൻ, 1, ക്രൂശിന്റെ കർത്താവിനെ അനുഗമിക്കുന്നു എന്നതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. 2, പ്രധാനമായിട്ട് മറ്റൊന്നുണ്ട്, ബാലശിക്ഷ. ഞാനത് ആ സമയത്ത് ഓർപ്പിച്ചു. ക്രൂശ് എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസൗകര്യങ്ങളാണെങ്കിൽ, ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുത്ത് തോളേച്ച് വെച്ചേച്ച് പിന്നെ വഴി വിട്ടുപോകുമ്പം വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്ന അസൗകര്യങ്ങളാണ് ബാലശിക്ഷ. അത് മറന്നു പോകരുത്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും. ഞാനന്ന് നിങ്ങളോട് മനസ്സിലാകാൻ വേണ്ടി ഇത് പറഞ്ഞു. യോനായിക്കും കടലിലെ ആപത്തുണ്ടായി, പത്രോസ് ലീഹായിക്കും എന്തുണ്ടായി? കടലിലെ ആപത്തുണ്ടായി. പക്ഷെ 2ഉം 2. യോനായിക്കുണ്ടായ കടലിലെ ആപത്ത് അനുസരണക്കേട് കാണിച്ചത് കൊണ്ടുണ്ടായ ആപത്താണെങ്കിൽ, പത്രോസിനുണ്ടായ ആപത്ത് അനുസരണം കെട്ടത് കൊണ്ടല്ല, അനുസരിച്ചത് കൊണ്ടുണ്ടായ ആപത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ബാലശിക്ഷയാണോ ക്രൂശിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഫറിംഗ് ആണോ എന്ന് മനസ്സിലാകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലാക്കണേ, ക്രൂശാണോ ബാലശിക്ഷയാണോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ ചോദിച്ചാൽ മതി, വെദർ ഐ എം ട്രൂലി ഒബേയിങ് ഗോഡ് ഓർ നോട്ട് ഒബേയിങ് ഗോഡ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 3ാമതൊന്ന് നമുക്കുണ്ട്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങളൊക്കെ ആകട്ടെ. ഞാനത് ആ വിഷയം മുൻപോട്ട്, അത് എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇവിടെ പൗലോസ് പറയുന്നതാകുന്ന ഒരു കാര്യം, അതായത് ഈ കഷ്ടത, അതായത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിപ്പാൻ കഴിയുകയില്ലെന്ന് പൗലോസ് പറയുകയാണ്. അടുത്തത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം ചിന്തിച്ചു. പട്ടിണിയോ നഗ്നതയോ നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുകയില്ല. പട്ടിണി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പട്ടിണി. നഗ്നതയെന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ വസ്ത്രം ധരിപ്പാൻ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. എന്നാൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത ബേസിക് നെസസിറ്റീസിൽ പെട്ട കാര്യമായി ഇത് തന്നെ. 2 കാര്യങ്ങളും, ശരീരത്തെക്കുറിച്ചും നിങ്ങൾ വിഷമിക്കേണ്ട. അതായത് വയലിലെ താമരയെ നോക്കുവിൻ, അവ എത്ര
ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും അവയ്ക്ക് തുല്യമായിരുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. ആകയാൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടെന്ന് കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇവിടെ ഇതേ രണ്ട് കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ഇത് പൗലോസിന്റെ തന്നെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയാൽ ഇതെല്ലാം പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, എന്നീ അസാധാരണ സംഗതികൾ കൂടാതെ എനിക്ക് വേറെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് താൻ പറയുന്നു. 2 കൊരിന്ത്യർ 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, പലവട്ടം ഉറക്കിളപ്പ്, പലവട്ടം പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്ന് വേണ്ട, ഒരു വലിയ ലിസ്റ്റ് പൗലോസ് അവിടെ പറയുകയാണ്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ നിന്നൊന്നും എക്സംഷൻ നമ്മൾ കർത്താവിലായതുകൊണ്ട് കിട്ടി എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ നല്ല ദാനങ്ങളൊക്കെ ഒരു ബോണസായി കർത്താവ് തന്നതാണെന്ന് മനസ്സിലാക്കി അത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് അനുഭവിച്ചോ, ദൈവത്തിന് മഹത്വം കൊടുത്തോ, അതിലധികമായിട്ട് ഇതെനിക്ക് അർഹിക്കുന്നതായിരുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കയറി വരരുത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പൗലോസ് പറയുകയാണ്, ഇതൊന്നും നമ്മെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നില്ല. മൂന്നാമതായിട്ട് പറയുന്നു, ആപത്തോ വാളോ, the possibility of risking our own life and also the experience of being killed. ഒന്ന് ആപത്ത്, ഡേഞ്ചർ. പിന്നെ കൊല്ലപ്പെടുന്ന അനുഭവം. ഇതും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ വിശദമായിട്ട് ചിന്തിക്കും. പ്രിയമുള്ളവരെ, ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് പൗലോസ് ശ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ അതിന്റെ 1-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താൻ പറയുന്നത് ഇങ്ങനെയാ, ഞങ്ങളുടെ ആശ മുഴുവൻ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. ജീവനോടിരിക്കുമെന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആ വാക്യം ഒന്ന് വായിക്കാം. ആ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. നോക്കിയാ, ഞങ്ങൾ മരിക്കുമെന്ന് എന്ത് ചെയ്തു. ശ്രദ്ധിച്ച, ഇതാരായി പറയുന്നേ? ഇത് പറയുന്നയാള് മറ്റാരുമല്ല, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യമുള്ള അനുഗ്രഹീതനാകുന്ന ശക്തനാകുന്ന ക്രിസ്തുവിന്റെ അപ്പോസ്തലനാ. പറയാ, ഞങ്ങള് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ എന്ന് വെച്ചാൽ, we were face to face with death, sure death experiences. God doesn't exempt us from that. നമ്മളത് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ റെഫറൻസ് ഒക്കെ പറഞ്ഞപ്പം പലർക്കും അല്പം പ്രയാസമൊക്കെ തോന്നി. വേദപുസ്തകം പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. പൗലോസ് പറയുകയാണ്, ആപത്തോ വാളോ നമ്മളെ എന്ത് ചെയ്യുന്നില്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ, ദൈവ സ്നേഹത്തിൽ നമ്മളെ എന്ത് ചെയ്യുന്നില്ല, വേർതിരിക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആപത്തും വാളും നമ്മളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ അവയ്ക്ക് കഴിയുകയില്ല. എന്നിട്ട് ഇത് ഒന്നൂട്ടി ഉറപ്പിക്കാനായിട്ട് താൻ ഉപയോഗിക്കുന്ന വേദഭാഗം ശ്രദ്ധിക്കണേ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. സങ്കീർത്തനം 42-ന്റെ 22-ാം വാക്യത്തിന്റെ ഉദ്ധരണിയാണത്. അവിടെ അതിന്റെ 19 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ ജനത കഷ്ടപ്പെടുന്നത്, അവരെ ജാതികളാലുള്ള ഉപദ്രവം അനുഭവിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ഞങ്ങൾ അന്യ ദൈവങ്ങളെ സേവിക്കാൻ പോയത് കൊണ്ടൊന്നും അല്ല, ഞങ്ങൾ അന്യ ദൈവങ്ങളെ സേവിച്ചില്ല, അത് അവിടുന്ന് അറിയുന്നു. പക്ഷെ എങ്കിലും ഞങ്ങളെ എന്ത് ചെയ്യുന്നു, അങ്ങയുടെ നാമം നിമിത്തം ഞങ്ങളെ
ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. അതിന്റെ 19 മുതലുള്ള വാക്യം വായിച്ചാൽ ആ കാര്യം വ്യക്തമാണ്. ഒന്ന് വായിക്കാമോ എടുത്തെങ്കിൽ? നോക്കുക, ഞങ്ങളുടെ ഹൃദയം പിന്തിരിഞ്ഞില്ല. ഞങ്ങൾ നിന്റെ പാതയിൽ തന്നെ, അവിടുത്തെ പാതയിൽ തന്നെയായിരുന്നു. ഞങ്ങൾ അങ്ങയെ മാത്രം സേവിക്കുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടും എന്തോ സംഭവിച്ചു? അവിടുത്തെ നാമം നിമിത്തം ഞങ്ങളെ എന്ത് ചെയ്യുന്നു? ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെയാ ഞങ്ങൾ എന്ത് ചെയ്യുന്നേ? ഞങ്ങളെ എണ്ണുന്നത്. ബിക്കോസ് വി ബെയർ യുവർ നെയിം, അങ്ങയുടെ നാമം ഞങ്ങൾ വഹിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങളെ എന്ത് ചെയ്യുന്നു? അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. അപ്പോൾ ദൈവവചനം വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ട് ആ കാര്യം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിൽ നിന്നും ഒരു എക്സംഷന് വേണ്ടി ആരും പെന്തക്കോസ്തി വരരുതേ, അബദ്ധം പറ്റി. പിന്നെ ഇപ്പൊ ദൈവം നമുക്ക് നൽകുന്ന ഈ സന്തോഷവും സുഖമൊക്കെ ഇതിലധികം അനുഭവിച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്നേ പോകുമെന്ന് നമ്പുരാൻ അറിയാവുന്നത് കൊണ്ടാ ഈ സുഖമൊക്കെ തരുന്നത്. ഞാൻ അത് എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വലിയ പട്ടിണിയൊന്നും അനുഭവിച്ചില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുക, എന്നെ അത് തരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞെ അത് തന്നാൽ നീ ഒരു പക്ഷേ വിശ്വാസത്തിൽ നിന്ന് പോകുമായിരിക്കുക, അതുകൊണ്ട് അത് തരാത്തത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയമുള്ളവരെ, അതേസമയം നമ്മുടെ സഹോദരവർഗം കടന്നു പോകുന്ന ക്ലേശങ്ങൾ എന്തെന്ന് നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെ, വിശേഷിച്ച് പാകിസ്ഥാനിലും മറ്റും ദൈവജനം കടന്നു പോകുന്ന ആ ക്ലേശങ്ങൾ എത്രയധികം പ്രയാസകരമാകുന്ന അനുഭവങ്ങളാണെന്നറിയാമോ? ക്രിസ്ത്യാനി എന്ന ഈസായി, മസിയുടെ നാമമുള്ളത് കൊണ്ട് അടുത്ത സമയത്ത് 1 വർഷം മുമ്പ് ഒരുവനെ വെറുതെ വെടിവെച്ചു കൊന്നു. വെടിവെച്ചു കൊന്നതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, വെറുതെ വെടിവെച്ചു കൊന്നു. എല്ലാരും കൂടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന കടയിൽ ഇദ്ദേഹം ചെന്നൊരു ചായ മേടിച്ചു കുടിച്ചു. പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര്, ഇദ്ദേഹം ഈസായി ആയിരുന്നു. അതുകൊണ്ട് ആ ഒറ്റ കാരണത്തിന് നമ്മുടെ മാധ്യമങ്ങളിൽ വായിച്ചത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരവർഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ വളരെയധികം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് പലപ്പോഴും നമുക്കില്ലാത്തതിനെ കുറിച്ച് പരിതപിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞ് നമ്മൾ നമ്മുടെ ലോകത്തിൽ തന്നെ അങ്ങ് കറങ്ങുക. നോ, let's think about the tens and thousands of Christians who go through tribulations and sufferings just because of being a Christian. ദൈവമക്കളായിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അവർ കഷ്ടതയിൽ കൂടെ കടന്നു. ഈ കാര്യം പൗലോസിന്റെ അനുഭവത്തിൽ തനിക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. ഞാൻ കോട്ട് ചെയ്ത ആ വേദഭാഗം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ അതിന്റെ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ അവിടെ പൗലോസ് പ്രത്യേകിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് അവസാനം താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 30-ാം വാക്യം ഒന്ന് നോക്കുക. ഇത്രയും പറഞ്ഞേച്ച് പറയുക. മുകളിൽ പ്രശംസയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പശ്ചാത്തലം വായിച്ച് നോക്കിയാൽ അറിയാം. അവർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് പൗലോസ് പറയാ, പ്രശംസിക്കണമെങ്കിൽ ഞാൻ എന്തിലാ പ്രശംസിക്കുന്നേ? ഇതിലാ ഞാൻ പ്രശംസിക്കുന്നേ. എന്തുകൊണ്ടാ ഇതിൽ പ്രശംസിക്കുന്നതിന്റെ കാരണം? അതിനൊരു കാരണമുണ്ട്. പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദമസ്കോസിന്റെ ആ റോഡിൽ കർത്താവിന്റെ പ്രത്യക്ഷത തനിക്കുണ്ടാകുന്നു. അന്ധനായിട്ട് അവിടെ ഇരിക്കുന്നു. ആർക്കും അങ്ങോട്ട് പോകാൻ പേടിയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്യാസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്ക് 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അനന്യാസ് പറയുന്നു, കർത്താവേ, നിന്റെ ദാസന്മാരെ കൊന്നു മുടിച്ച ഒരുവനല്ലേ അത്, അങ്ങോട്ട് ഞാൻ പോണോ?
ഉടനെ കർത്താവ് പറയുന്ന വാക്കിങ്ങനെയാ, നീ പോക, അവൻ എന്റെ നാമത്തിനു വേണ്ടി എത്ര കഷ്ടം സഹിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞേക്കുക അവനോട്. നോക്കിക്കേ, ശ്രദ്ധിക്കണം. അവൻ എത്ര ക്രൂസൈഡ് നടത്തുമെന്നോ സഭകൾ സ്ഥാപിക്കുമെന്നോ ഇതൊന്നും അല്ല ആദ്യം പറഞ്ഞത് ഇങ്ങനെയാ, കം ടേക്ക് അപ്പ് മൈ ക്രോസ് ആൻഡ് ഫോളോ മീ. എന്റെ നാമത്തിന് വേണ്ടി നീ എന്ത് ചെയ്യ? കഷ്ടം അനുഭവിക്ക്. ഇതാദ്യമേ പൗലോസിനോട് കർത്താവ് എന്ത് ചെയ്തു? പറഞ്ഞു. അതുകൊണ്ടാണ് കല്ലേറ് കൊണ്ടപ്പോഴും ആ പുതപ്പും വാരിച്ചുറ്റി അതേ പട്ടണത്തിലേക്ക് പിറ്റേന്നാൾ ചെന്നു. അടുത്ത ദിവസം ദർബയ്ക്ക് പോയി. അങ്ങോട്ട് ചെന്നേച്ചു പറഞ്ഞു, സഹോദരന്മാരെ, നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടായിരുന്നു. അതിന്റെ തലേ ദിവസം ഇവരെല്ലാം കൂടെ എന്തോ ചെയ്തു? പൂജിച്ചു, ഇല്ലേ? ബർന്നബാസിനെയും പൗലോസിനെയും അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം പൂജിച്ചപ്പോ അവരെ പ്രയാസത്തോടെ തടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാരെല്ലാം കൂടെ ജനത്തെ വശത്താക്കി കല്ലെറിഞ്ഞു. മരിച്ചവനായി തന്നെ കരുതി അവിടെ ഇട്ടേച്ചു പോയി. പിറ്റേ ദിവസം എന്ത് ചെയ്തു? എഴുന്നേറ്റ് അതേ ദിവസം തന്നെ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് അടുത്ത ദിവസം ദർബയ്ക്ക് പോയി. നോക്കിക്കേ പ്രിയമുള്ളവരെ, ഇതൊന്നും തന്നെ ഇളക്കാഞ്ഞതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു എന്താണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇവയ്ക്കൊന്നിനും, ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, വേർതിരിക്കാൻ കഴിയത്തില്ലെന്ന് തനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് താൻ ആ കാര്യം പറഞ്ഞത്. മാത്രമല്ല, റോമിലുള്ള ഈ വിശുദ്ധന്മാർക്ക് താൻ ഈ ലേഖനം എഴുതുമ്പോൾ ചുരുക്കം ചില വർഷങ്ങൾക്ക് ശേഷം റോമിലുള്ള ആ വിശുദ്ധന്മാരും അനുഭവിച്ച കഷ്ടത വാക്കുകൾക്ക് വർണ്ണിപ്പാൻ കഴിയുന്നതല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മനോഹരമാകുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. 70 ഗ്രേറ്റ് ക്രിസ്ത്യൻസ് എന്നാണ് അതിന്റെ നാമം. അതിനകത്ത് ഏർലി ക്രിസ്ത്യൻ സെഞ്ചുറിയിലുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നതാകുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. റോമില് 54 മുതൽ 68 വരെയുള്ള AD 54 മുതൽ 68 വരെ ഉള്ള ആ കാലഘട്ടത്തിലാണ് നീറോ കൈസർ ഭരണത്തിലെത്തുന്നത്. 18-ാമത്തെ വയസ്സിൽ ഭരണത്തിലെത്തിയെങ്കിലും ഭയങ്കര ക്രൂരനായിരുന്നു അദ്ദേഹം. തന്റെ അമ്മയെ കൊല്ലിച്ചു, തനിക്ക് എതിരായിട്ട് നിന്ന പലരെയും കൊന്നുകളഞ്ഞു. തന്റെ ഉപദേഷ്ടാവായിരുന്ന ഒരുത്തനെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചു, അവനെ കൊന്നു. അത് മാത്രമല്ല, ആ കാലഘട്ടത്തില്, അതായത് അതിനെക്കുറിച്ച് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 64 ജൂലൈ, അന്നത്തെ ഏറ്റവും വലിയ സിറ്റി ആയിരുന്നു റോം. അതുകൊണ്ടാണ് ആ കാലം മുതൽ തന്നെ റോമിനെ കുറിച്ച് ഏതൊരു ഒരു പേഗന്റെയും അഭിലാഷമായിരുന്നു റോമിൽ ചെല്ലുക എന്നുള്ളത്. അന്ന് തൊട്ടേ all roads lead to Rome. Rome is not built in a day. And when you are in Rome, do as the Romans do എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. റോമാ നഗരം വളരെ പ്രസിദ്ധമായിരുന്നു. ഈ നഗരത്തിന് തീ കൊടുത്തു തന്റെ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി. അപ്പം റോമിലൊക്കെ ഒരു കേട്ടുകേഴ്വി, അല്ലെങ്കിൽ തമ്മിൽ ആൾക്കാര് അടക്കം പറയാൻ തുടങ്ങി, ഇത് ചക്രവർത്തി തിരുമനസ് തന്നെ ജയിപ്പിച്ച പണിയാണ്. ഇതങ്ങനെ അങ്ങോട്ട് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇദ്ദേഹം ഒരു പണി ചെയ്തു. ദൈവമക്കളെ താൻ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇതിന്റെ കാരണം അവരാണെന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കാൻ വലിയ സ്റ്റേഡിയം പോലെയുള്ള AD 80 ടൈറ്റസ് എന്ന് പറയുന്ന ആ ചക്രവർത്തിയാണ് കൊളീസിയം എന്നറിയപ്പെടുന്ന ആ വലിയ 50,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ആ തിയേറ്റർ പണിത്. എന്നാൽ അതിനു മുൻപ് തന്നെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്റർടൈൻമെന്റിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി ആൾക്കാർ കൂടും. വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്ന ഒരു പതിവായിരുന്നു. അത് കാണാൻ വേണ്ടി കൂടും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? മൃഗങ്ങളെ തമ്മിൽ യുദ്ധം ചെയ്യിക്കുന്നതിന് പകരം ക്രിസ്ത്യാനികളെ സിംഹത്തിന്
ഫീഡ് ചെയ്ത്, അല്ലെങ്കിൽ സിംഹത്തിന്റെ മുൻപ് സിംഹത്തെ അഴിച്ചുവിടും, അവരെ തകർക്കുന്നത് കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. അപ്പോഴന്ന് അതിന് വെളിച്ചം പകർന്നത് എങ്ങനെയാണെന്നറിയാമോ? ചിലരെ ടാറുകൊണ്ട് പൊതിയും, എന്നിട്ട് തൂണുകളിൽ ചേർത്ത് ബന്ധിക്കും, അവർക്ക് തീ കൊടുക്കും. അതായിരുന്നു വെളിച്ചം പകരുന്നത്. ഇങ്ങനെയുള്ളതാകുന്ന കിരാതമാകുന്ന ഒരുപാട് ക്ലേശങ്ങൾ ഈ ലേഖനം ചെന്ന ചില വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോമിലുള്ള വിശുദ്ധന്മാർ കടന്നുപോയി. പക്ഷെങ്കിൽ ഇതിനൊന്നിനും തന്നെ ദൈവജനത്തെ തകർക്കാനോ ദൈവസ്നേഹത്തിൽ നിന്ന് അവരെ വേർതിരിപ്പാനോ കഴിഞ്ഞില്ല എന്ന് ചരിത്രവും ദൈവവചനവും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇനി അത് മാത്രമല്ല, ഇവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്നിട്ട് താൻ പറയുക, 37 വാക്യത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ എന്ന് ചോദിച്ചിട്ട് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അവര് അതിൽ കൂടെ കടന്നു പോയെന്നല്ല എഴുതിയേക്കുന്നത്. ഇത് വന്നു പോയല്ലോ, ഇതിനകത്ത് അകപ്പെട്ടു പോയല്ലോ എന്ന നിലയിലല്ല വിശുദ്ധന്മാർ അതിനെ കണ്ടത്. പിന്നെ എങ്ങനെയാ? ആ വാക്യം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇതെങ്ങനെയെങ്കിലും സഹിക്കുന്നു എന്നല്ല എഴുതിയേക്കുന്നത്. കടിച്ചു പിടിച്ച്, വളരെ ബുദ്ധിമുട്ടി, വളരെ സങ്കടപ്പെട്ട്, വളരെ പഴി പറഞ്ഞ്, വളരെ പ്രയാസപ്പെട്ട് സഹിച്ചു തീർക്കുകയല്ല വിശുദ്ധന്മാര് ചെയ്തത്. പിന്നെയോ അതിന്മേൽ അവരെന്ത് ചെയ്തു? ജയം പ്രാപിക്കുകയായിരുന്നു ചെയ്തത്. അവർക്ക് ജയിക്കാൻ എങ്ങനെയാ കഴിഞ്ഞത്? ജയിക്കാൻ കഴിഞ്ഞത് മറ്റൊന്നുമല്ല. ജയിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? ആ വാക്യത്തിൽ ഇംപ്ലൈ ചെയ്തിരിക്കുന്നത് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. നമ്മെ അവിടുന്ന് സ്നേഹിച്ചപ്പം എന്താ ചെയ്തത്? നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പോൾ മറ്റു വാക്കിൽ പറഞ്ഞാൽ, കഷ്ടതയും ദുഃഖവും പ്രയാസങ്ങളും ഏറിയപ്പോൾ അത് വെറുതെ സഹിക്കുക മാത്രമല്ല, ക്രിസ്തു എങ്ങനെ ക്രൂശിനെ സഹിച്ച് ജയാളിയായി തീർന്നോ അതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും അതിന്മേൽ എന്ത് ചെയ്യുക? ജയം പ്രാപിക്കുകയാ ചെയ്യുന്നത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും നാം എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെ തകർക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന്മേൽ നാം എന്ത് ചെയ്യുന്നു? ജയം പ്രാപിക്കുന്നു, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. കോൺകറർ എന്ന് അന്ന് അക്കാലങ്ങളിൽ പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ദ കോൺകറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചാ ആ പേര് പറഞ്ഞേക്കുന്നത്. പൗലോസ് ഇത് തന്നെ ഉപയോഗിക്കുന്നത്. വി ആർ മോർ ദാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കാരണം അലക്സാണ്ടർ പിടിച്ചടക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടും അവസാനം പറഞ്ഞു നോ. എന്നാൽ ഇവിടെ അതിനേക്കാളും നമ്മൾ എന്തായിരിക്കുന്നു? ജയാളികളായിരിക്കുന്നു. എന്തുകൊണ്ട്? ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമാണെങ്കിൽ, ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ആ ക്രൂശിലെ സ്നേഹത്തിൽ നിന്ന് അകറ്റുകയല്ല, ആ ക്രിസ്തുവിനോട് അടുപ്പിക്കുകയാണ് നമ്മെ ചെയ്യുന്നത്. ഇതൊരിക്കലും മറന്നു പോകരുത്. ലോകം അങ്ങനെയല്ല ധരിച്ചത്. അവര് ധരിച്ചത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ അകറ്റാൻ കഴിയുമെന്ന്. കഴിഞ്ഞ ദിവസം നോർത്ത് ആഫ്രിക്കയിൽ ഞാൻ ആ ചരിത്രം വായിച്ചപ്പോൾ,
കാർത്തേജ് എന്നൊക്കെ പറയുന്ന, ഇപ്പൊ കാർത്തേജ് ഐ ഡോണ്ട് നോ സ്റ്റിൽ ആ പേരിനാണോ അറിയപ്പെടുന്നത്, ഐ ഡോണ്ട് നോ. കാർത്തേജിൽ ഉണ്ടായിരുന്ന ഒരു രക്തസാക്ഷിയെ കുറിച്ച് ആ വേദഭാഗത്ത് എഴുതിയത് വായിച്ചപ്പം എനിക്ക് ഭയങ്കര ഒരു ലേ വുമൺ, വലിയ പഠിപ്പൊന്നുമില്ലാത്ത, അക്ഷരാഭ്യാസം വലുതായിട്ടൊന്നുമില്ലാത്ത 22 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി. അവിടെ ഭർത്താവ് മരിച്ചുപോയി. 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അവളെ കൊല്ലുന്നതിന് മുൻപായിട്ട് ചോദിച്ചു, ലുക്ക് അറ്റ് ദിസ് ലിറ്റിൽ ഇൻഫന്റ് ആൻഡ് ജസ്റ്റ് സേ സീസർ ഈസ് ലോർഡ്. കൈസര് കർത്താവാണെന്ന് മാത്രം പറഞ്ഞാ മതി, വേറൊന്നും പറയണ്ട നീ. പെർപെച്വ എന്നാണ് ആ വനിതയുടെ പേര്, പെർപെച്വ. കൈസര് കർത്താവാണെന്ന് പറഞ്ഞേച്ചാ മതി എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, നോ നോ. ആ കുഞ്ഞിനെ മുന്നേ നിർത്തി അവസാനം അവള് ചോദിക്കുമ്പോഴും അവൾ പറഞ്ഞു നോ. അവളെ വളരെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു, ജയാളിയായിട്ട് മരിച്ചു. പോളികാർപ്പ്, സ്മിർനയിലെ ബിഷപ്പായിരുന്ന ആ ഭക്തൻ, ഇഗ്നേഷ്യസ്, അദ്ദേഹത്തെ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന് റോമിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ കൊല്ലാൻ. സിംഹത്തിന് ഫീഡ് ചെയ്തു. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഇതിനെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഫീഡിങ് ക്രിസ്ത്യൻസ് ടു ദ ലയൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സ്മിർനയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തോട് അവസാനം പറഞ്ഞ ഒരു കാര്യം ഇതാ: താങ്കളുടെ പ്രായത്തെ, 86 വയസ്സുള്ള ആ വയോധികനോട് പറഞ്ഞു, പ്രായത്തെ ബഹുമാനിച്ച് ഞങ്ങൾ വീണ്ടും താങ്കൾക്കൊരു അവസരം തരികയാണ്. വെറുതെ ഒന്ന് ഏറ്റു പറഞ്ഞേച്ചാ മതി, വേറൊന്നും താങ്കൾ ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 86 വർഷങ്ങൾ ഞാൻ ഈ കർത്താവിനെ സേവിച്ചു. അവിടുന്ന് എനിക്ക് നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ഹി വാസ് ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക്, കെട്ടി നിർത്തി എരിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയമുള്ളവരെ, ഇതിലെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ? നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം നാം എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്നാൽ പിശാച് ഇന്ന് കണ്ടെത്തിയേക്കുന്ന ഒരു മാർഗം എന്താണെന്ന് അറിയോ? ദൈവസഭയെ ഇതൊന്നും കൊണ്ടൊന്നും തകർക്കാൻ കഴിയത്തില്ലെന്ന് പിശാചിനറിയാം. അത് ഇറ്റ് ഈസ് എ ടൈം ടെസ്റ്റഡ് മെത്തേഡ് ഫോർ ദ ഡെവിൾ. പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, പിശാചിന് ഈ പണ്ട് ഉപയോഗിച്ചതല്ലാതെ പുതിയ മാർഗങ്ങളൊന്നും, ഇത് പുതിയ പേരുകളിൽ കൊണ്ടുവരുന്നേ ഉള്ളൂ, പുതിയതൊന്നും ഉപയോഗിക്കാൻ ദൈവം അവനെ അനുവദിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതൊഴികെ വേറൊന്നും പുതിയതായിട്ട് കൊണ്ടുവരുവാൻ ദൈവം അവനെ അനുവദിച്ചിട്ടില്ല എന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ ആദ്യം അപ്പോസ്തലന്മാരെ തടവിലാക്കി, അവരെ അടുപ്പിച്ചു, വിട്ടയച്ചപ്പോ അവര് പറഞ്ഞ ഒരു കാര്യ, തിരുനാമം നിമിത്തം അപമാനം അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരായി എണ്ണിയത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സന്തോഷിച്ചുകൊണ്ട് അവർ ന്യായാധിപ സംഘത്തെ വിട്ടുപോയി. മറ്റൊരു കാര്യം, ദൈവസഭയിൽ കറപ്ഷൻ കൊണ്ടുവന്നു. അനന്യാസും സഫീറയും കറപ്റ്റ് ചെയ്തു, കാപട്യം കൊണ്ടുവന്നു. അവിടെയും ദൈവസഭയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 6-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോഴാണ് ഏറ്റവും ഒരു സട്ടിൽ പ്ലോയ്, a scheme the devil brings. ആ സട്ടിൽ പ്ലോയ് എന്താണെന്നറിയാമോ? വെരി വെരി ഇനോക്യുവസ് പ്ലോയ്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, വളരെ വളരെ പ്രയാസമില്ലാത്തതാകുന്ന ഒരു പ്രശ്നമാണ് അവിടെ കാണുന്നത്. കാരണം മുൻപിലുള്ള പീഠയമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയമേ അല്ല, കൊച്ചു പ്രശ്നം. എന്താ? യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും അവരുടെ വിധവമാരെ ദിനംപ്രതി ഉള്ളതാകുന്ന ശുശ്രൂഷകളിൽ ഉപേക്ഷയായി വിചാരിച്ചെന്ന് പറഞ്ഞ് ഈ 2 കൂട്ടരും കൂടെ എന്ത് ചെയ്തു? അല്പം ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രശ്നങ്ങൾ
വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ താഴോട്ട് വായിച്ചാൽ പ്രശ്നം അത്ര സിമ്പിൾ അല്ലെന്ന് അപ്പോസ്തലന്മാർ മനസ്സിലാക്കി. എന്താ കാര്യം? താഴോട്ട് വായിക്കുന്നത് ഇങ്ങനെയാ: നിങ്ങളിൽ നിന്ന് തന്നെ 7 പേരെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, തെരഞ്ഞെടുത്തുകൊള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയിലും, ശ്രദ്ധിക്കണേ, ഞങ്ങളുടെ കോളിംഗ് എന്താ? പ്രാർത്ഥനയും വചന ശുശ്രൂഷയും. പ്രിയമുള്ളവരെ, മേശയെ വിളമ്പുന്നത് തെറ്റൊന്നുമല്ല. ഒരു സ്കൂള് നടത്തുന്നതും കോളേജ് നടത്തുന്നതും പാപമൊന്നുമല്ല. പക്ഷേ പണ്ട് സുവിശേഷം പ്രസംഗിച്ച ഒരാള് ടിവിയിലിരുന്ന് സ്കൂളിന്റെ പ്രൊമോഷൻ ചെയ്താൽ അത് പാപമാ. അത് പാപമാ. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. വാട്ട് ഈസ് യുവർ കോളിംഗ്? അപ്പോസ്തലന്മാർ പറയുന്നത് ഇങ്ങനെയാ: ഞങ്ങളെ ഈ പണിക്ക് എന്ത് ചെയ്യില്ല, കിട്ടിയില്ല. അത് പാപമായിട്ടൊന്നുമല്ല, മേശ ശുശ്രൂഷിക്കുന്ന പാപമൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ കോളിംഗ് അതല്ല. ഞങ്ങളുടെ കോളിംഗ് എന്താ? വചന ശുശ്രൂഷയും പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലെന്ത് ചെയ്യും? ഒറ്റിരിക്കും. ഇവിടെ എന്തായിരുന്നു പിശാചിന്റെ പ്ലോയി? ശ്രദ്ധിച്ചേ, പറയാം. സിമ്പിൾ. അതുവരെ പല തന്ത്രങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നു, അകത്തുനിന്നും കൊണ്ടുവന്നു. ഇവിടെ ഒന്നും ദൈവസഭ തളർന്നില്ല. എന്നാൽ ഇപ്പൊ കൊണ്ടുവന്ന തന്ത്രം എന്താണെന്നറിയാമോ? പിശാചിന് ഒരു കാര്യം മനസ്സിലായി: ഇതെല്ലാം കൊണ്ടുവന്നിട്ടും ഇവർ നിൽക്കുന്നതിന്റെ കാര്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലായി ഇവര് നിൽക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്റെ ഈ വാക്കുകളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകും. എന്റെ ഈ വാക്കുകളെ, ഞാൻ പറഞ്ഞ ഈ വാക്കുകളെ, വചനങ്ങളെ. അപ്പോൾ വചനത്തിന്മേൽ നിലനിന്നാൽ അവനെ കാറ്റിനും വെള്ളത്തിനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല, കുലുക്കാൻ കഴിയത്തില്ല. അപ്പൊ പിശാചിന് മനസ്സിലായി. ഉടനെ അടുത്ത പ്ലോയി: ഇവിടെ ഇതാ പ്രശ്നം. അപ്പൊ വചന ശുശ്രൂഷയ്ക്ക് വിഘാതമായാൽ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട, സഭ തന്നെ എന്ത് ചെയ്യും? തകർന്നോളും. പിന്നെ ഉപദേശമില്ലെങ്കിൽ, പിന്നെ ശുശ്രൂഷയില്ലെങ്കിൽ സഭ തന്നെ തകർന്നോളും. ഇതായിരുന്നു പിശാചിന്റെ തന്ത്രം. എന്നാൽ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ഈ പിശാചിന്റെ തന്ത്രത്തെ അവർ കണ്ടിട്ട് പറഞ്ഞു: nothing doing. We are not going to do that. We are not going to give in to devil. We will preach the word and we will devote ourselves to preaching and teachings. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവവചനം പരന്നു, ശിഷ്യന്മാരുടെ എണ്ണം എന്ത് ചെയ്തു? പെരുകി. നോക്കിക്കേ, നമ്മൾ താഴോട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതേ ഉള്ള വിഷയം. ഈ വിളിച്ച് വേർതിരിച്ച 7 ശുശ്രൂഷക്കാരും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രസംഗിക്കാൻ തുടങ്ങി. നോക്കിക്കേ, see, this is what happens when God's people are faithful to the word of God. ദൈവവചനത്തിന് വിശ്വസ്തയോടെ നിന്നാൽ പിശാചിന്റെ ഈ തന്ത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രക്ഷപ്പെടാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വിഷയം അല്പം ഡൈവേർട്ടായി പോയി, ക്ഷമിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം മറ്റൊന്നുമല്ല. ഇവിടെ ദൈവവചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് തുടർന്ന് പറയുന്ന ഒരു കാര്യം: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എന്ത് ചെയ്യുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, 38ഉം 39ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ താൻ പറയുന്നതാകുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ 28ാമത്തെ വാക്യത്തിൽ കണ്ടു, നാം അറിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ, നാം അറിയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ, ഈ അവസാനത്തേക്ക് വരുമ്പോൾ, അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അറിയുന്നെന്നല്ല പറയുന്നത്, പിന്നെ ഞാൻ ഉറച്ചിരിക്കുന്നു. I am convinced. I have no doubts whatsoever. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എനിക്ക് ഡൗട്ടില്ല, എനിക്ക് അവ്യക്തതയില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പവുമില്ല. ഞാൻ കൺവിൻസ്ഡ് ആയിരിക്കുന്നു, ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് പറയുന്നതാകുന്ന ഒരു കാര്യം, യാതൊന്നിലും
യാതൊന്നിനും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിപ്പാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഇത് വളരെ വളരെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം. നമുക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ചയുടെ ആ ഭാഗത്ത് നിൽക്കാൻ ഒക്കെയില്ല, ഞാൻ ഐ പ്രോമിസ് ടു യു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ മുൻപോട്ട് കൊണ്ടുവരട്ടെ. ഇവിടെ പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നതാകുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. താന് 10 കൂട്ടം കാര്യങ്ങളാണ് ഒരു മുഴുവൻ കോംപ്രിഹെൻസീവായിട്ട്, വളരെ ബൃഹത്തായിട്ട്, യാതൊന്നിനും ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിപ്പാൻ കഴിയുകയില്ലെന്ന് ഉറച്ചിരിക്കുവാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, അതിന്റെ 38-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ, മരണത്തിനോ ജീവനോ, രണ്ടും രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മരണം, ജീവൻ. ജീവൻ എന്ന് പറയുമ്പോൾ, see, the calamities of this life will not separate us from the love of Christ. ഈ ജീവിതത്തിലുള്ള യാതൊന്നും തന്നെ നമ്മളെ വേർതിരിക്കുന്നില്ല. മുകളിൽ താൻ പറയുന്നു, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു എന്ന് പറഞ്ഞേ ചാതാവായിട്ട് പറയുന്നേ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, മരണം ഞങ്ങളെ വേർതിരിക്കുന്നില്ലെന്ന് പറയാനുള്ള കാര്യമെന്ന, അതിന് പ്രത്യേക കാരണമുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം, പ്രിയമുള്ളവരെ, ഈ മരണമെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വേറൊരു പര്യായം എന്തുവാ? വേർപാടെന്ന. മരണമെന്ന് പറഞ്ഞാൽ വേർപാടാ. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വേർപെട്ടു പോകുന്നു. ഇവിടെ നമുക്ക് പ്രിയരായവരിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേർപെട്ടു പോകുന്നു. ഇവിടെ നമുക്ക് പ്രിയമായിരുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? വേർപെട്ടു പോകുന്നു. ഇവിടെ എന്തൊക്കെ നമുക്ക് പ്രിയമാണോ അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? വേർപെട്ടു പോവുക. പ്രിയമായ സകലതിൽ നിന്നുമുള്ള വേർപാടാണ് മരണം. എന്നാൽ ഈ മരണത്തിന് ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും വേർപിരിപ്പാൻ ശക്തിയില്ല. കാരണം എന്താ? അതിന്റെ കാരണം 1-2 വാക്യങ്ങൾ വായിക്കണം. ഫിലിപ്പിയർ 1:23. ഫിലിപ്പിയർ 1:23. ഫിലിപ്പിയൻസ് 1:23. നോക്കുക, പൗലോസ് പറയുന്നത്, നേരത്തെ ഉത്തമമല്ലാത്ത ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ. ഉത്തമമല്ലാത്ത ഒരു അനുഭവത്തിലായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ രക്ഷിച്ചപ്പം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമമായ കാര്യമാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഉത്തമമാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചാൽ അത് അത്യുത്തമമാണ്. നോക്കുക, ക്രിസ്തീയ ജീവിതം ഉത്തമമായ ജീവിതമാണ്. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചാൽ എന്താണ്? അത്യുത്തമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പൊ കണ്ണടച്ചാൽ ഒരു നത്തിങ്നെസ്സിലേക്ക് പോകുകയല്ല. ഒരു പക്ഷേ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ വേദപുസ്തകത്തിൻ്റെതല്ലാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ വായിച്ചു. അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. പൗലോസ് പറയുക, നോ, വിട്ടുപിരിഞ്ഞ് ആരോടുകൂടെ ഇരിക്കുക? ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ എൻ്റെ ഒപ്പം വരണേ, ഇവിടെ എനിക്ക് കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. മിക്കപ്പോഴും കർത്താവിനോട് പറയണം, ലോർഡ് പ്ലീസ് ഇൻക്ലൈൻ മൈ ഹാർട്ട് ടു ലവിങ് യു. പ്ലീസ് I cannot love you as I ought to love you. I love myself, my things. I'm concerned about my things. Please let me love you. ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാ പൗലോസ് പറയുക,
യാതൊരു റെസ്ട്രിക്ഷനുമില്ല. വിട്ടുപിരിഞ്ഞ് ഇപ്പൊ കണ്ണടച്ചാൽ പിന്നെ ഒരു റെസ്ട്രിക്ഷനുമില്ല. ക്രിസ്തുവിന്റെ ആ പെർഫെക്റ്റ് ലവ് ആൻഡ് ഫെലോഷിപ്പിലേക്ക് ഒരു വിശുദ്ധൻ മാറ്റപ്പെടുകയാ. അതുകൊണ്ടാണ് മരണം നമുക്ക് ലാഭമായിരിക്കുന്നത് പ്രിയരെ. അതുകൊണ്ടാണ് മരണം ലാഭമായിരിക്കുന്നത്. നമ്മൾ മരണത്തെ അകാരണമായി പേടിക്കേണ്ട കാര്യമില്ല. അകാരണമായി പേടിക്കേണ്ട കാര്യമില്ല. ഫോർ അസ് ഡെത്ത് ഈസ് എ ഗെയിൻ. അതുകൊണ്ട് തന്നെയാണ് ചില പുള്ളിക്കാർ വന്ന് ശവപ്പെട്ടി കാണുന്നു, പിന്നെ റീത്ത് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുടെ മനം കലക്കുമ്പം അവനോട് പറയണം, പിശാചേ വിട്ടുപോ, ഈ ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നിനക്ക് കഴിയത്തില്ല. കാരണം എന്റെ കർത്താവാരാ? മരണത്തെ ജയിച്ചവനാ. മാത്രമല്ല ഇപ്പം മരിച്ച ഇപ്പം ഉള്ളതിനേക്കാളും ഉത്തമമാകുന്ന അനുഭവത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ദൈവത്തിൽ നിന്നുള്ള പ്രവചനമൊന്നും അല്ല കേട്ടോ. അതൊന്നും കേട്ടാലും പേടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, മരണത്തിന് ഞങ്ങളെ വേർപിരിക്കാൻ. 2 കൊരിന്ത്യർ 5:8 വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ മരണമെന്നുള്ളത് സെപ്പറേഷൻ അല്ല, ഇറ്റ് ഈസ് നോക്കുക. പൗലോസ് പറയുക, ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ശരീരം വിട്ടാ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കർത്താവിനോട് കൂടെ വസിക്കുക. അവിടെ ബോധം കെട്ട് കിടക്കുകയല്ല, കൂടെ വസിക്കുക. അതുകൊണ്ട് പറയുക, കം വാട്ട് മേ, ലൈഫ് ഓർ ഡെത്ത്, വി വാണ്ട് ടു പ്ലീസ് ഗാഡ്. അതുകൊണ്ട് എന്തും വരട്ടെ, ശരീരം വിട്ടാലും ശരീരത്തിൽ ഇരുന്നാലും ഞങ്ങൾക്ക് ഒരു താല്പര്യമേ ഉള്ളൂ. അതിങ്ങനെയാ അതിന്റെ അർത്ഥം. മരണമോ ജീവനോ നീറോ കൈസറിന്റെ വാളോ ഇതൊന്നും വിഷയമല്ല. പിന്നെ എന്താണെന്നറിയാമോ? ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യമേ ഉള്ളൂ, ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണം. എന്റെ പ്രിയരെ, ഇതായിരിക്കണം നമ്മുടെ ഹി വാസ് ഷുവർ ഓഫ് ദ എൻഡ് ഓഫ് ദ റോഡ്. പൗലോസ് എൻഡ് ഓഫ് ദ റോഡ് വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. മരണത്തിന്റെ അപ്പുറം എന്താണെന്ന് തികഞ്ഞ ബോധ്യമുള്ളത് കൊണ്ട് ഒറ്റ ഒരു ബോധ്യമേ ഉള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിക്കണം. സ്വന്തക്കാരെ പ്രസാദിപ്പിച്ചാൽ അത് ഈ ജീവിതം കൊണ്ട് തീരും. കൂട്ടുകാരെ പ്രസാദിപ്പിച്ചാൽ, ഭാര്യയോ ഭർത്താവിനെയോ പ്രസാദിപ്പിക്കുന്നതിന് കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, അതൊക്കെ ഇവിടം കൊണ്ട് തീരും. എന്നാൽ ഇവിടം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, we have one aim because we are so sure of the end of the road. റോഡിന്റെ അവസാനം എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ ഉറപ്പുണ്ട്. അതുകൊണ്ട് ശരീരം വിട്ടാലും ശരീരത്തിലിരുന്നാലും ഞങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. മാത്രമല്ല, നമ്മുടെ കർത്താവ് ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവനാ. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? വിടുവിച്ചു. അതുകൊണ്ട് ഈ മരണത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയത്തില്ല. മാത്രമല്ല, റോമർ 14:9 നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്തു എന്തിനൊക്കെ കർത്താവാന്നറിയാമോ? 14:9 റോമൻസ് 14:9 നോക്കുക. He is Lord over the dead and those who are alive. അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞേക്കുന്നത്, നാം ആരും തന്നെ നമുക്കായി ജീവിക്കുന്നില്ല, നമുക്കായിട്ട് മരിക്കുന്നതുമില്ല. നാം ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ. ഈ ഒരു പ്രത്യാശയും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ വരണം. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ആർക്കുള്ളവനാ? കർത്താവിനുള്ളവനാ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, എനിക്ക് കർത്താവിനെ സ്നേഹിക്കണം. സോ ഹിസ് ലോർഡ്ഷിപ്പ് ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്, ഇറ്റ് ഈസ് ഇൻവിൻസിബിൾ. അതിനെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. കർത്താവ് അതിനെ ജയിച്ചിരിക്കുന്നു. അടുത്തത്, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിപ്പാൻ കഴിയുകയില്ല. ദൂതന്മാർ, വാഴ്ചകൾ, അധികാരങ്ങൾ. ദൂതന്മാരെന്നും വാഴ്ചകളെന്നും ഒക്കെ പറയുന്നത് ദൈവവചനത്തിൽ നമ്മൾ പല പ്രാവശ്യം അവരെ കുറിച്ചുള്ള റെഫറൻസുകൾ കാണുന്നുണ്ട്. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് നിശ്ചയമായിട്ടും
ആ ശ്രേഷ്ഠ ദൂതന്മാരെ കുറിച്ചല്ല, പിന്നെയോ ദൈവജനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന സകല ദുഷ്ടാത്മ സേനയെക്കുറിച്ചുമാണ്. പ്രിയരെ, ഈ ദുഷ്ടാത്മ സേനയ്ക്ക് ദൈവജനത്തെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയത്തില്ല. കാരണം എന്ത്? കൊലോസ്യർ 2:15, എഫേസ്യർ 1:21 ഈ വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മുടെ സമയം മുൻപോട്ട് പോകുന്ന, പെട്ടെന്ന് വായിക്കാം. നോക്കുക, വാഴ്ചകളെയും ആയുധങ്ങളെയും എന്ത് ചെയ്തു? അവരെ എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ എന്ത് ചെയ്തു? ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളും അധികാരങ്ങളും ക്രൂശിന്മേൽ എന്ത് ചെയ്തു? കർത്താവ് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. മനസ്സിലാക്കണം, അടുത്ത കാലത്ത് എല്ലാവർക്കും പറഞ്ഞതുപോലെ അവിടെ കർത്താവിനെ ഇട്ട് പീഡിപ്പിച്ചേച്ച് പിന്നെ ഇങ്ങോട്ട് വരികയല്ലായിരുന്നു. നോ, ക്രൂശിന്മേൽ എന്ത് ചെയ്തു? ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ അവൻ എന്ത് ചെയ്തു? അവിടുന്ന് എന്ത് ചെയ്തു? ജയിച്ചു, ജയാളിയായി. പിന്നെ അവരെ എന്ത് ചെയ്തു? പരസ്യമായ കാഴ്ചയാക്കി. എഫേസ്യർ 1:21, എഫേസ്യർ 1:21 പെട്ടെന്ന് വായിച്ച് നമുക്ക് പെട്ടെന്ന് മുൻപോട്ട് പോകാം. ആ ആ ആ നോക്കുക, ഈ അത് വീട്ടിൽ പോയി വായിച്ചോ. ഇതിനെല്ലാം മീതെ അവിടുന്ന് എന്ത് ചെയ്തു? വിരാജിച്ചരുളുകയാ. നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ പൊന്നു കർത്താവ്. ഹി ഈസ് ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് കിങ് ഓഫ് കിങ്സ്. സകലത്തിന്മേലും അവിടുന്ന് എന്ത് ചെയ്യുകയാ? ഭരിച്ചു വാഴുകയാ. വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ. പ്രിയമുള്ളവരെ, എന്റെ പ്രിയരെ, ഇത് ഉള്ളിലൊന്ന് കേറട്ടെ. അതിലേ പോകുന്നു, ഇതിലേ പോകുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ, ഇതൊക്കെ കേട്ട് ഭയപ്പെട്ടിരിക്കാതെ, നോ, വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒക്കെ നമ്മുടെ കർത്താവ് ആര്? അവിടുന്ന് കർത്താവാ, അവിടുന്ന് ജയാളിയാ. അതുകൊണ്ട് ഇവയ്ക്കൊന്നിനും നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് നാം ഉറച്ചിരിക്കുന്നു. പിന്നെ അധികാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. പവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അന്നൊക്കെ ഗ്രീക്കുകാരുടെ ഇടയിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുമൊക്കെയുള്ള വിശ്വാസം അത് തന്നെയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കുന്നത് മോളിലുള്ള ഹെവൻലി ബോഡീസാ, പവേഴ്സ്, നക്ഷത്രങ്ങൾ ഇല്ലേ? കാർത്തികയും തിരുവാതിരയും എന്ന് വേണ്ട അല്ലേ? ചിലരൊക്കെ പറയും, ചില ബന്ധുക്കോസുകാരൊക്കെ പറയും, എടി അത് ഉള്ളതാ, പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുണ്ട് കാർത്തികയും തിരുവാതിരയും ഒക്കെ എന്നാ പറയുന്നേ. പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇല്ലാത്തതാണോ? നമ്മുടെ ഉപദേശി അങ്ങനൊക്കെ പറയും, പക്ഷെ പുസ്തകത്തിൽ വരെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയാ, ഇതിന് നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, വേർപിരിപ്പാൻ കഴിയുകയില്ല. ഇതിനൊന്നും നമ്മളെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ നാളും നാഴികയും കേതുവും രാഹുവും ഒന്നും ആരും പേടിക്കണ്ട. പുറത്തോട്ടിറങ്ങുന്നുണ്ടെ പൂച്ച കുറുകെ ചാടുന്നതും പേടിക്കേണ്ട. ഇതിനെക്കുറിച്ചൊന്നും ദൈവജനത്തിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. മനസ്സിലാക്കണം, ക്രിസ്തുവേശുള്ള ദൈവസ്നേഹത്തിൽ നമ്മളെ വേർതിരിപ്പാൻ കഴിയുകയില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത്, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ. നമ്മുടെ പ്രശ്നം അതല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. ഇപ്പോഴുള്ളതൊക്കെ എങ്ങനെയും ഒക്കെ കടിച്ചു പിടിച്ച് സഹിക്കാം, പക്ഷെ വരുവാനുള്ളതിനെ കുറിച്ച് ഭയങ്കര ആകാംക്ഷ. നാളെ എന്താകും. അതുകൊണ്ടാണ് 7-ാം മാസം 10-ാം തീയതി ഒക്കെ കേൾക്കുന്നതിന് ഭയങ്കര മാർക്കറ്റാ. നാളത്തെ കാര്യം. ഇന്ത്യയിൽ കോമൺ പീപ്പിളിന്റെ ഇടയിൽ ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് അസ്ട്രോളജിക്ക് വേണ്ടിയിട്ടാ. അറിയാമോ? ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും അധികം പണം സാധാരണക്കാരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും രാഷ്ട്രീയക്കാരും ഇവരേറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഈ കണിയാന്മാരുടെ അടുത്ത് പോയിരിക്കുന്നതിനാണ് അവർ ഏറ്റവും
ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിലും പണം പോകുന്ന വേറൊരു വഴിയുണ്ട്. എന്നെ എപ്പോഴും ഞാനിത് പറയുന്നതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പോകട്ടെ. നമുക്കിവിടെ പണം ഏറ്റവും അധികം നഷ്ടപ്പെടുന്ന വേറൊരു വഴിയുണ്ട്. കാരണം ഭാവി ഇപ്പോഴുള്ളതിനോ, പൗലോസ് പറയാ, ഇപ്പോഴുള്ളതിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വരാനുള്ളതിനെ കുറിച്ച് എനിക്ക് പേടിയേ ഇല്ല. കാരണം വരുവാനുള്ളതിൻ്റെയും നാഥനാണ് എൻ്റെ കർത്താവ്. അവിടുന്ന് എൻ്റെ കർത്താവിൻ്റെയും നാഥന. വരാനുള്ളവയെ എന്നേക്കാൾ ഉപരിയായി അറിയുന്നവൻ എൻ്റെ കയ്യെ പിടിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിനാ ഈ വരാനുള്ളവനെ കുറിച്ച് ഭാരപ്പെടുന്നത്? ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. നമ്മുടെ കർത്താവ് അതിനും കർത്താവാണ്. 2, മുൻപോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വരുവാനുള്ളതോ ഇപ്പോഴുള്ളതോ. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നതാകുന്ന ഒരു കാര്യം, ആഴത്തിനോ ഉയരത്തിനോ. ഞാൻ മുൻപോട്ട് പോകട്ടെ. ആഴമോ ഉയരമോ, ഇതിന് നമ്മളെ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ വേർതിരിപ്പാൻ കഴിയത്തില്ല. അടുത്തത്, യാതൊരു സൃഷ്ടിക്കോ യാതൊന്നിനും നമ്മളെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയത്തില്ല. കാരണം എന്താ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? പുത്രനെ തകർത്ത് കളയാൻ തക്കവണ്ണം പാപികളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചെങ്കിൽ എത്രയധികമായി നിരന്ന ശേഷം നമ്മെ സ്നേഹിപ്പാനും നമ്മെ കൊണ്ടു ചെന്നെത്തിപ്പാനും ദൈവം വിശ്വസ്തനാണ്. ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹം ആദ്യം നമ്മൾ കണ്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നാൽ പൗലോസ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയല്ല. അയ്യോ, ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ കൊണ്ടുപോകുന്നതെങ്കിൽ പലപ്പോഴും വേണ്ടതുപോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ അതുമല്ല, ഒരു പടി കൂടെ കടന്നിട്ട് പറയുക, ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹം, എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ യാതൊന്നിനും വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമർ 8:1 ആരംഭിക്കുന്നുവെങ്കിൽ ഒരു വേർപാടുമില്ലെന്ന് പറഞ്ഞ് ദൈവവചനം അവസാനിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം ധൈര്യത്താലും പ്രത്യാശയാലും സന്തോഷത്താലും ദൈവകൃപയാലും നിറയട്ടെ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ആഴമേറിയ വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ജീവൻ പകരുന്നതാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് ധൈര്യം പകരുന്നതാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാകിയാൽ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം എത്ര വലിയ സ്നേഹമെന്ന് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ ഒരുക്കുന്ന നല്ല സാവകാശത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവെ. പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ഏത്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കർത്താവെ, ഈ ലോകത്തിലെ ഒരു കഷ്ടതയ്ക്കും, ഒരു സങ്കടത്തിനും, ഒരു ദുഃഖത്തിനും, ഒരു നഗ്നതയ്ക്കും, ഒരു ആപത്തിനും, ഒരു വാളിനും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, താവേ ഇനിയും ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഒന്നും കർത്താവെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുവാനായിട്ട് കഴിയത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്നേഹത്തെ കുറിച്ചുള്ള ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ കൃപ നൽകി തരണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഷ്ടയുടെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ പതറിപ്പോകുന്നവരല്ല കർത്താവെ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ വീര്യം പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസ പലകയിൽ അത് അഴറ്റി എഴുതുവാൻ ഇടയാകണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അത് അവിടെ കൊണ്ടിരിക്കുവാൻ ഇടയാകാതെ വേണം, അത് മറ്റുള്ളവർക്കും അത് പകർന്നു കൊടുക്കുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഇന്ന് ജനം ഹല്ലേലൂയ പലതിന്റെ പിന്നാലെ ഓടി നടക്കുമ്പോൾ, ദൈവവചനം വിട്ട് ഓടി നടക്കുമ്പോൾ, ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ കർത്താവെ ഞാൻ കൃപ നൽകി തരണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസഭയ്ക്കായി സ്തോത്രം, ദൈവദാസനായി സ്തോത്രം കർത്താവെ. വീണ്ടും കർത്താവെ നിന്റെ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവ കർത്താവെ കൊടുക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. പൗലോസിന്റെ ജീവിതത്തിൽ പ്രാപിച്ച അതേ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ
ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വരുവാനുള്ളത് എന്തും ധൈര്യത്തോടുകൂടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. തന്നെ ജനത്തിനായി സ്തോത്രം. അവരെയും പേരുവരായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഇവിടെ നടക്കുന്ന തുടർമാനമുള്ള ഈ ബൈബിൾ സ്റ്റഡിയോടുകൂടെ ഇപ്പോഴും എപ്പോഴും ആ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.